അങ്ങനെ ഡേ 2 ഓണം തിരുവോണമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഏതാ സ്ഥലം എന്നൊന്ന് പരിചയപ്പെടണം കേട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ്, ഇന്ന് വരെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ഇന്നെ സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇന്നൊരു അഡ്വഞ്ചർ പോലത്തെ പാർക്ക് ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇത് എവിടെ സ്ഥലം വെച്ചാൽ കാരാപ്പുഴയാണ്. കാരാപ്പുഴയിലെ മെഗാ ടൂറിസമാണ്. ഇങ്ങനെ ഒരു അഡ്വഞ്ചർ സോണിൽ നമുക്ക് ഇതുവരെ അറിയില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോകണമല്ലോ. പോകാൻ കുറേ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ പാർക്കും സോണൊക്കെ ഉണ്ട്. ഇന്ന് പേരായിട്ട് പരിപാടി തിരുവോണമാണ്. നല്ല തിരക്കുമുണ്ട്. ഞാനും അമ്മയും അച്ഛനും അനിയനും അച്ഛനും ഞാനും അമ്മയും കൂടെ ഉണ്ട്. ചെറിയച്ഛനും അനിയനോട് വണ്ടി പാർക്ക് ചെയ്യാൻ പോകും. നമുക്ക് അതിനുള്ളിലേക്ക് പോവാം. ഇവിടെ കുറേ റൈഡ്സുകളും കാര്യങ്ങളും ഫ്രീ ആയിട്ടിരിക്കാൻ എല്ലാ സെറ്റപ്പും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ കുറേ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ചെടികളും മരങ്ങളൊക്കെ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. കുറേ നല്ല ഇത് തിരക്കുണ്ട് കേട്ടോ. ഇവിടെ സിപ്പ് ലൈനിന് വേണ്ടിയിട്ടില്ല, ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളും കൗണ്ടറിൽ ചെന്ന് ഇവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ സിപ്പ് ലൈനൊന്നും കയറുന്നില്ല. എനിക്ക് അതിലൊക്കെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കയറാത്തില്ല. ഒരുവിധപ്പെട്ട തിരക്ക് എന്തായാലും ഇവിടെ ഉണ്ട്, അനുഭവപ്പെടുന്നുണ്ട്, നല്ലപോലെ ഉണ്ട്. ആൾ വെളിയിൽ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നല്ല രീതിയിൽ പാർക്ക് ചെയ്തു. അങ്ങനെ ഉള്ളിലേക്ക് പോകണം. കാരാപ്പുഴ ടൂറിസം എന്താണ്, ടൂറിസം പറ്റി എന്താ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ തരം കാഴ്ചകളുണ്ട്, അഡ്വഞ്ചർ സോൺസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് അറിയാം. അപ്പം അമ്മയൊക്കെ അമ്മ വിചാരിച്ചു ഇത് പുഴയ്ക്ക് ഇങ്ങോട്ട് ചെറുതായി ഇങ്ങോട്ട് പോകണം. ഞാനങ്ങനെ വിചാരിച്ചു. എന്താ അച്ഛൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാം. എന്താ നേരെ കാണുന്ന ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഇനി നേരെ തൊട്ടടുത്തേക്ക് എന്തായാലും പോകട്ടാ. എന്താ അമ്മയും അച്ഛനും ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോ ഒക്കെ തിരക്കിൽ ഞാൻ ഇടയിൽ കൂടെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാമെന്നൊരു പ്ലാനാക്കി. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് എനിക്ക് മൂത്രം വയ്ക്കാൻ പറ്റിയപ്പോൾ ഞാൻ ഇവിടുത്തെ മൂത്രം വയ്ക്കുന്ന സ്ഥലത്ത് പോയി. അടപ്പോൾ അത് ഇവിടുത്തെ യൂറിൻ പ്ലേസ് തന്നെയാണ്. ഞാൻ അന്തം വിട്ടു. അത്രയ്ക്ക് നല്ല ലൊക്കേഷൻ കേട്ടോ. വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ ഇത്ര നല്ല ഫെസിലിറ്റീസ് കൊണ്ടുപോയി. ഇങ്ങനെ വേണം ഓരോ ടൂറിസങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ പോരാതിന് നല്ല അടിപൊളി ചെണ്ടുമല്ലി പോലത്തെ ചെറിയ ചെറിയ പൂക്കളിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനും ഇത് കളക്ട് ചെയ്യാനും ഇതാ ഇങ്ങനത്തെ ഇത് പേരൊന്നും വേണ്ടത് പ്രത്യേകിച്ച് അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതിനുള്ളിൽ പിള്ളേർ ചാടിക്കളിക്കുന്ന സംഭവമുണ്ട്. ഇങ്ങനെ സ്പ്രിങ് ആക്ഷനിലും പറ്റത്തില്ല, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അതുണ്ട്. പിന്നെ ഇവിടെ മറ്റേ കയറിയിട്ട് ഉരുതുന്ന പരിപാടികളൊക്കെ അതിന് എവിടെ ഇപ്പോൾ എന്നാലും ഉണ്ടാവും. ഇതൊരു അഡ്വഞ്ചർ സെറ്റപ്പിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മരവും അങ്ങനെ ഒരു ഡേഞ്ചർ സോൺ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള കംഫർട്ടബിൾ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എവിടെ ഇരുന്നാലും ചളിയാവില്ല. എന്ന് വെച്ചാൽ ഫുൾ പുല്ലിലോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിലും ഉണ്ട്, കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നൈറ്റ് ഇവിടെ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ ഈ കാണുന്ന ഇതില്ലേ, ഇത് വന്നിട്ട് ഊഞ്ഞാലാണ് സ്പീഡിൽ. ഇത് അറിയാലോ, ഇത് ഒരുവിധം എല്ലാം സ്പീഡിൽ ഇങ്ങനെ കറങ്ങി പോകുന്ന ആ ഒരു സംഭവമാണ്. അതിന് വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു. അപ്പോൾ വിസിലടിക്കുന്നു, വിസിലടിച്ച് കറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഈ മുകളിലേക്ക് നിൽക്കുന്ന മറ്റേ സ്പീഡിൽ എല്ലാവരും കൂടി ഇതിന് മുകളിൽ പോയിട്ട് താഴ്ഭം വീണ പോലൊരു സംഭവം. അതാണ് ഒരു പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളിതുവരെ പോയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. കുറേ ആയിട്ട് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയാം. എനിക്ക് നടന്നിട്ടില്ല. പിള്ളേരായിട്ട് പോകണം എന്തായാലും. അപ്പോൾ ആ ഊഞ്ഞാലാടാണ് കേട്ടോ. അപ്പോൾ നില വിളിച്ചിട്ട് ഇത് നേരെ ഇപ്പോൾ ഊഞ്ഞാൽ വന്നു ബാക്കോട്ട് വലിക്കുക. നേരെ വിളിച്ചിട്ട് ഒറ്റ പൊട്ടിൽ കൂടുതലായിരിക്കും ചാൻസ്. നോക്കാം, വെയിറ്റ് കരോ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. എന്താ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ടല്ലേ. അതിൻ്റെ സേഫ്റ്റി ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. പിന്നെന്താ പറയുക, രണ്ട് സൈഡിൽ ഈ സംഭവം റോപ്പുകളൊക്കെ അതൊക്കെ ക്വാളിറ്റി ആയിട്ട്. അതിൽ ഇങ്ങനത്തെ കുറേ ടൂറിസങ്ങൾ വരുമ്പോൾ ആൾക്കാർ വരും, അത് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെയൊക്കെ തന്നെ ടൂറിസങ്ങൾ കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ കൊണ്ടുവരും. ഈ ഒരു ദുരന്തം ഉണ്ടായി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരിക്കലും സൈലൻ്റ് ആക്കാൻ പാടില്ല. വയനാട് എന്ന് പറയുന്ന ഒരു ടൂറിസം മേഖലയാണ്. കേരളത്തിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് ഇടുക്കി, വയനാട്, അതുപോലത്തെ കാര്യം ഹിൽ സ്റ്റേഷനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താലേ അതിൽ വലിയ കാര്യങ്ങളും ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൾട്ടിവേഷൻസ് പോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞള അങ്ങനെ എന്തൊക്കെയോ കുറേ ഇഞ്ചിയാണ്, അങ്ങനെയും കുറേ സംഭവങ്ങളൊക്കെ ഇടയിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇരിക്കാനുള്ള സെറ്റപ്പാണ് മെയിൻ. പിന്നെ വൃത്തിയൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബാസ്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഉള്ളിൽ കേട്ടിട്ടുണ്ടാകുന്ന വൃത്തിയാണെങ്കിൽ അത് ഫൈൻ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഫോട്ടോ കൊടുക്കണം. അപ്പോൾ അമ്മ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും ഫോട്ടോ കൊടുക്കണമുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത് ഈ കാണുന്ന സംഭവം കേട്ടോ. ഇതിങ്ങനെയാണ് ഈ സംഭവം. ഇതും പെട്ടെന്ന് തലചുറ്റാനുള്ള ചാൻസ് കൊടുത്തു വെച്ചാൽ തിരിഞ്ഞ് ഇനി നിർത്തേണ്ട ഒരു സ്പീഡ് കൂടും തോന്നുന്നത് കേട്ടോ. നമ്മളിതൊന്നും പിന്നെ കയറിയില്ല, അത് വേറെ കാര്യം. ാണ് അമ്മയുടെ ഫോട്ടോഷൂട്ട്. അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ കണ്ണടയൊക്കെ വെച്ച് അമ്മ സുന്ദരമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, ഇതൊന്നും പറയാനൊന്നുമില്ല. നൈസ്. ഞാൻ ശരിക്കും കാരാപ്പുഴ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ചെറിയ ചെമ്പുഴ പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്.
ഹാപ്പി ആണോ? ഹാപ്പി ആണോ? അവരും കാണിച്ചു. കയ്യടി നിങ്ങളിപ്പോൾ എവിടെ നിന്നറിയോ? വയനാട്ടിലെ കാരാപ്പുഴ. അമ്മയ്ക്ക് അതിന് മോള് കയറുന്നു. പേടിയാ? കുറച്ച് പോയില്ലേ? പൊട്ടിച്ചാടി എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഇത്രയും സെറ്റപ്പുള്ളതായിരുന്നു നമുക്കറിയില്ല. ജയന്റ് സ്വിങ് തന്നെ പറയാല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? ശരിക്കും ഇത് കാരാപ്പുഴ ഡാമിനാണ്. ഡാമിൻ്റെ തൊട്ടപ്പുറത്തെ ഇതിൻ്റെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലാണ് ഈ പറയുന്ന സെറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും ഡാമിൻ്റെ ഉള്ളിലോട്ട് കഴിയും. പക്ഷേ ഇതിൽ പകുതി വരെ എന്തോ എൻട്രി ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിയൊന്നും കുറേ എൻട്രി ഇല്ല. ഇവിടെ അവിടെ എന്തോ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ദൂരത്തേക്കുള്ള എൻട്രീസ് ഒന്നുമില്ല. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ച് ഇങ്ങനെ മെല്ലെ നടക്കുകയാണ്. വൈകുന്നേരം നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ്. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും ഐസ്ക്രീം കഴിക്കട്ടെ. എന്തായാലും അച്ഛന് പണ്ട് നൊസ്റ്റാൾജി അടിച്ചു. പണ്ട് അച്ഛൻ ഇവിടെയൊക്കെ വന്നു, അങ്ങനെ ഇങ്ങനെ അവർക്ക് അതേ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ പുള്ളിക്കാരാണെങ്കിൽ ഇതൊക്കെ കണ്ട് പണ്ടത്തെ കഥകൾ കാര്യങ്ങളൊക്കെ അയവിറക്കുകയാണ്. ഇവിടെ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് അവരുടേതായ നൊസ്റ്റാൾജികൾ ഒരുപാടുണ്ടല്ലോ പണ്ട് കാലത്ത്. നമ്മൾ ഇന്ന് വരുന്ന കാണും, പക്ഷെ അവർ ഇതിൽ ഓടിയും കളിച്ചും നടന്നതും വന്നതും ജോലി ചെയ്തതും പിന്നെ പല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു കുറേ നേരം കേട്ടോ. ചെറിയച്ഛനും പറഞ്ഞു തരുമായിരുന്നു, രണ്ടുപേരും കൂടി. ഇതാണ് കാരാപ്പുഴ, നല്ല ഭംഗിയുള്ള ഡാമാട്ടോ. എന്തായാലും ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഇവിടെ കണ്ട്. ഈ റോഡ് ഫുൾ ബ്ലോക്ക്ഡാണ്. എന്താണെന്നറിയില്ല, ആ ലെഫ്റ്റ് സൈഡ് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത്. ശരിക്കും വയനാട് ശരിക്കും പേടിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് വയനാട്. ഒരു വലിയൊരു മലമേഘം തന്നെയല്ലേ. അങ്ങനെ സമയം ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കാരാപ്പുഴ ഡാമിലൂടെ നിന്ന് വിട പറഞ്ഞു. പിന്നെ നേരെ എങ്ങോട്ടോ പോകുന്നത് വീട്ടിലേക്ക് പോകണം എന്നുള്ള മെൻറ്റാലിറ്റി. വീട്ടിലേക്ക് പോകണം എന്നുള്ളതിനിടയിലും ചെറിയ സംഭവം വേറൊരു ഇതിൻ്റെ മറുകര വേറൊരറ്റം അവിടെ ഒരു ചെറിയ സ്പോട്ടുണ്ട് വെള്ളമൊക്കെ ഉള്ളത്. ശരിക്കും അവിടെ ആമ്പലും ലൊക്കേഷൻസ് ആമ്പൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയം ഏകദേശം 6:6:30 ഇരുട്ടി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതുവഴി വന്നതല്ലേ, അപ്പോൾ അവിടെ ഇവിടെ മിസ് ചെയ്യാതെ നമുക്ക് പോയി കാണാം എന്നുള്ളൊരു പ്ലാൻ കൂടെ ഉണ്ട്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകും. ഒരു ആകാശം നോക്കി വ്യൂ നോക്കി ഒരു രസമാണല്ലോ. നൈറ്റ് പോകുമ്പോൾ ഇങ്ങനത്തെ പല യാത്രകൾ പറയുമ്പോൾ ഇങ്ങനെ പല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും ഗസ്. ഈ ഓണം വ്ളോഗ്സ് ചെയ്യാൻ നമുക്ക് കൊടൈക്കനാലിലെ കുറച്ച് വ്ളോഗ്സുകളൊക്കെ വരുന്നുണ്ട്. അതൊന്ന് മിസ് ചെയ്യാതെ കാണാം കേട്ടോ. എന്തെങ്കിലും മിസ് ചെയ്യിക്കരുത്. മിസ് ചെയ്യിച്ചാൽ ഓരോരുത്തരും എല്ലാവരും പറ്റുന്നത്രയെങ്കിലും വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോ എത്ര ക്വാളിറ്റി ഉണ്ട്, എത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ കുറവും കുറ്റങ്ങളുണ്ടെങ്കിൽ താഴെ ബിലോയിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യാണ്ടിരിക്കേണ്ട. ഓക്കെ, എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. ഏകദേശം ഇരുണ്ട്, നല്ലപോലെ ഇരുണ്ട്. എല്ലാവരും കുറേ ആൾക്കാർ അവിടെ കൂടെ പോക്കും വരവൊക്കെ കേട്ടോ. കാറൊക്കെ അപ്പുറം നിർത്തിയിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ടുള്ള സ്പോട്ടല്ല, ബട്ട് ചെറിയ നല്ലൊരു സ്പോട്ട് ആണ് എന്നും പറയുന്നുണ്ട് ആ രീതി. അപ്പം ഇന്നത്തെ ഈ കാണുന്നത് കാരാപ്പുഴ ഡാമിൻ്റെ മറുകരയാണെന്ന് ഇത് പറയുന്നുട്ടോ. ഇതേ കുറച്ച് പിള്ളേരോട് എന്തൊക്കെയോ ചെയ്യേണ്ടി. ഇരുട്ടായതുകൊണ്ട് വല്ല ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു, എനിക്കറിയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവം നോക്കാം, അങ്ങോട്ട് പോകാൻ നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഫിഷറീസ് ബേസിൽപ്പെട്ട് ഇവിടെ മത്സ്യബന്ധനത്തിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയോ ടൂറിസം ചെയ്യുന്നുണ്ട്. കൾട്ടിവേഷൻസ്, ഫിഷ് കൾട്ടിവേഷൻ ഒരുപാട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. റൈറ്റ് സൈഡായിട്ട് കുറച്ച് ഇപ്പോൾ പിള്ളേർ എന്തൊക്കെയോ കാട്ടിക്കൊടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. മീൻ പിടിക്കാൻ തോന്നുന്നു. ഇത് അവിടെയാണ് മീനിന് തീറ്റ കൊടുക്കുന്നതും മീനിൻ്റെ ഒരു കെയറിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ. നത്തൻകുനിന്ന് വന്ന് മുട്ടുന്ന റോഡാണത്? ഇല്ല, വന്ന് മുട്ടുന്ന റോഡൊന്നും ഇല്ല. അതല്ലോ മേപ്പാടി നത്തൻകുനിന്ന് വരുന്നില്ലല്ലോ. ഈ റോഡ് അല്ല, ഇതിനായിട്ട് ഉണ്ടാക്കിയ റോഡാണത്. പഴയ കാലത്ത് നത്തൻകുനി റോഡ് പറഞ്ഞു അതാ ചോദിച്ചത്. നത്തൻകുനി റോഡ് പറയാം. ഞാൻ ഈ ഡാമിന്റെ വർക്ക് ചെയ്ത ആളാണ്, ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത്. അപ്പൊ ഈ ഞങ്ങള് അവിടം വരെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറിയതിന്റെ ഈ ഷർട്ടൊക്കെ മീനിന്റെ വളർത്താണ്, മീൻ വളർത്താണ്. അതെ, അല്ല ഇത് മീൻ ഷർട്ടാണ്. മീനിന്റേതാണോ? മീൻ ഷർട്ടാണ് അല്ലേ?
ആ അതാ ഞാൻ ചോദിച്ചത് അതാ ഞാൻ നത്തങ്കോൽ റോഡ് ഇങ്ങനെ വന്നു അങ്ങോട്ടാക്കി അതാ ഞാൻ നത്തങ്കോൽ റോഡ് നമ്മൾ പഴയ കണ്ടില്ലേ അത് ആ ലൈറ്റ് കാണാൻ ഡാമിൻ്റെ അടിപൊളി കേട്ടോ. നമ്മുടെ വൈകിട്ട് നമ്മുടെ കരിമ്പുഴയിലെ പുഴനെ പോലെ അല്ല, ഇപ്പം അങ്ങനത്തെ പുഴയാണ്. ഡാമിൻ്റെ മറുവശമാണ് നമ്മുടെ കവ ഡാം പോലെയൊക്കെ തന്നെ കേട്ടോ. നല്ല നൈസായിട്ടുണ്ട്. ഇത് കണ്ടോ ആ ഒരു ലൈറ്റ് എത്തുന്നത്. അപ്പോൾ പോർഷനിൽ കുറേ വെള്ളം കണ്ടൊക്കെ ആളുകൾ കേട്ടോ ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ എൻട്രി ഉണ്ട്, ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇറങ്ങണം എന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മളിത് നമ്മുടെ കരിമ്പുഴയില്ലേ പാലക്കാട്, നമ്മൾ സ്റ്റേഷൻ കരിമ്പുഴൻ്റെ ബാക്കിലേക്ക് ഇറങ്ങി നടക്കണമുണ്ട്. രസമുള്ളത് അവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ വെള്ളം വരാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് നല്ലപോലെ. അമ്മ എവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ അതിന് ഫ്രണ്ടിൽ പോയി ഞാൻ എന്തായാലും വീഡിയോ എടുത്തിങ്ങനെ പോകും. പക്ഷേ വൈകുന്നേരം ഇന്നലെ ഞങ്ങൾ ഫുള്ള് കറക്കാണ് കേട്ടോ. നൈസ് സ്ഥലമല്ലേ അമ്മ? നമ്മുടെ പാലക്കാടും ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വെളിയിൽ ഇറങ്ങാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് തന്നെ ഇങ്ങനെ കുറേ ഉണ്ട്. ഇത് നമ്മുടെ കരിമ്പുഴയില്ലേ അതിൻ്റെ അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വെളിയിൽ ഇറങ്ങാത്തതുകൊണ്ട് അത് കാണില്ല. പക്ഷെ ഇത് കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. ഫോണിൽ ഇവിടെ ഇപ്പോൾ ഫിഷറീസിൻ്റെ ബേസാണ് കേട്ടോ. ഞാൻ കാണുന്ന ഈ ഒരു ഇതൊക്കെ ഇല്ലേ ഫുള്ള് കട്ടകൾ, ഇത് ഫുള്ള് ഫിഷറീസ്. ഇവിടെ മീൻ വളർത്തിയിട്ടും മീൻ കൃഷി ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാക്കണം. മണിക്കുന്ന് മലയാണോ? മണിക്കുന്ന് മലയാണോ? സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം യാത്രക്കൊടുവിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. കിറ്റി നമ്മളെ കാത്തിരിക്കുകയാണ് കേട്ടോ. കിറ്റി നമ്മളെ നോക്കിയിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ഞങ്ങളൊരു കളി കഴിഞ്ഞതിന് ശേഷം, ഷട്ടിൽ കളി കഴിഞ്ഞതിന് ശേഷം നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കാൻ തിരക്കാണ്. ബീഫ് കറി ഏകദേശം ഞാൻ ബീഫ് കറി കഴിക്കാറുണ്ട്. ഇന്ന് വീട്ടിലുണ്ടാക്കാൻ നല്ല ചൂട് ബീഫ് കറിയും നെയ്ച്ചോറും. അപ്പം മറ്റൊരു വ്ളോഗുമായി മറ്റൊരു ദിവസം കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.